ഹനുമാൻ എന്ന് പറയുന്ന ഈ മനസ്സ് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എവിടെയാണ് അത് ക്രിയാത്മകമായിട്ട് ജോലി ചെയ്യുന്നത്? അത് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രാമന്റെ പാദത്തിന്റെ അടിയിൽ മാത്രമേ ഹനുമാൻ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഭഗവാന് ബജ്രംഗ് ബലി എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പൊ ബാലിക്ക് അറിയായിരുന്നു ഈ ഹനുമാൻ എത്രത്തോളം ശക്തിയുണ്ട്. കാരണം രുദ്രാംശത്തോടു കൂടി ജനിച്ചാണ്, വായുവിന്റെ പുത്രനാണെങ്കിലും ശിവന്റെ അംശമാണ് ഹനുമാൻ എന്നാണ് പറയുക. എന്റെ മനസ്സിന് നിഷ്പ്രയാസം അവിടെ തന്നെ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സാണ് ഹനുമാൻ. മനസ്സാണ് ഗരുഡൻ, മനസ്സാണ് ഹനുമാൻ. ഈ ശരവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് മനസ്സിനാണ്. ആ മനസ്സാണ് ചാടിക്കിടക്കുന്നത്. ആ രാമന്റെ പാദങ്ങളിൽ മനസ്സ് അടങ്ങിയിരിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും രാമന്റെ പാദത്തിൽ അടങ്ങിയിരിക്കുന്ന ഹനുമാനെ ഒറ്റയ്ക്ക് കാണില്ല. ഇപ്പുറത്ത് സീത, ഇപ്പുറത്ത് ലക്ഷ്മണൻ. ശരജി എപ്പോഴും പറയും, സീതയാകുന്ന ഭക്തിയും ലക്ഷ്മണനാകുന്ന ശ്രദ്ധയും പരമാത്മാവിൽ ഉറച്ച മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സടങ്ങിയിരിക്കും. അത് പറഞ്ഞ കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണും. യാതൊന്നും കാണുന്നത് നാരായണ പതിമൂന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇത് കാണാൻ ഭയങ്കര പ്രയാസമാണ്, എളുപ്പം നടക്കില്ല. ഈ ബ്രഹ്മജ്ഞാനം, അദ്വൈതം എന്നൊക്കെ